നമ്മൾ ഊണ് കഴിക്കാൻ സമയം മാറ്റി വെക്കാറുണ്ട്, ഉറങ്ങാനായിട്ട് സമയം മാറ്റി വെക്കാറുണ്ട്, TV കാണാനായിട്ടും മനുഷ്യ മനസ്സിനെ ചൊടിപ്പിക്കുന്ന വിധത്തിൽ നികൃഷ്ടമായിട്ടുള്ള സീരിയൽ കാണാൻ വേണ്ടിയിട്ടും സമയം ചെലവഴിക്കാറുണ്ട്, സിനിമ കാണാൻ നല്ല സിനിമകൾ കാണണം, അതിലൊരു സംശയമില്ല, സമയം ചെലവഴിക്കാറുണ്ട്, ഉറങ്ങാൻ സമയം ചെലവഴിക്കാറുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ സമയം നമ്മൾ ഉറങ്ങാറുമുണ്ട്. അതിനെല്ലാം സമയം കണ്ടെത്തുന്ന നമ്മൾ ജന്മം നൽകി വളർത്തിയ ആ വളർത്തുന്ന മക്കൾക്ക് മനസ്സിന് നന്മ വരുത്താനുള്ളത് ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കാം. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ എടുക്കേണ്ടവരെടുക്കും, അല്ലെങ്കിൽ അവരെടുക്കില്ല. നമ്മൾ നമ്മുടെ മക്കളെ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പഠിപ്പിച്ചാൽ മക്കൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവും. നമ്മുടെ മക്കളെ MBBS MD പഠിപ്പിച്ചാൽ അവർ ഡോക്ടറാവും. നമ്മുടെ മക്കളെ IT പഠിപ്പിച്ചതെങ്കിൽ അവർ IT BTech IT എക്സ്പെർട്ടായി തീരും. ഏതൊന്നാണോ നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് അവരതിൽ എക്സ്പെർട്ടായി തീരും. ഏതൊന്നാണോ നമ്മൾ പഠിപ്പിക്കാത്തത് അതവർ ഇഗ്നോറൻ്റ് ആയിരിക്കും. ഒരു MBBS MD കാരൻ IT പ്രോബ്ലം കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? അയാൾ പഠിച്ചത് MBBS MD ആണ്, IT പഠിച്ചിട്ടില്ല. ഒരു IT കാരൻ ഒരു പക്ഷേ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താ കാരണം? പഠിച്ചിട്ടില്ല. ഇതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? ആലോചിച്ച് നോക്കാം. നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള BTechോ MBBSോ CAയോ എല്ലാം പഠിപ്പിച്ചു, അതെല്ലാം അവരായിത്തീർന്നു. അവരെ നല്ലവരാവാൻ നമ്മൾ പഠിപ്പിച്ചില്ല. അവർക്ക് സന്ദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് മറ്റുള്ളവരുടെയും അവരുടെയും നിങ്ങളുടെയും ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അവർക്ക് ചെറുപ്പത്തിലെ കഥകളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതെല്ലാം ആയിരുന്നു അവരുടെ മനസ്സിന് വേണ്ടിയിരുന്ന പോഷകാംശങ്ങൾ. ആ പോഷകാംശങ്ങളൊന്നും മനസ്സിന് കൊടുത്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മനസ്സ് വീക്കാവും. മനസ്സിനായിരിക്കും അനീമിയ വരിക, മനസ്സിനായിരിക്കും തകർച്ചയും തളർച്ചയും വരിക.